ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു നാടൻ ഉലുവ ഉണ്ടയുടെ റെസിപ്പിയാണ്. ഉലുവയ്ക്ക് ഒരുപാട് മെഡിസിനൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് നമ്മൾ കർക്കിടക മാസത്തിലും ചിലരല്ലാതെയൊക്കെ കഴിക്കും. പിന്നെ പ്രസവരക്ഷയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കഴിക്കും. ഇത് കഴിച്ചാൽ കുഞ്ഞിന് പാലുണ്ടാവുന്നു, പിന്നെ ജോയിൻറ്റ് പെയിൻസ് ഒക്കെ കുറവായിരിക്കും എന്നാണ് പറയണത്. അതുപോലെ തന്നെ ഞാൻ ഇതിനു മുമ്പ് ഉലുവാക്കഞ്ഞിയുടെയും മരുന്ന് കഞ്ഞിയുടെയും പിന്നെ ഒരു മരുന്നുണ്ടയുടെയും റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. അതെല്ലാം വളരെ നല്ലതാണ് കർക്കിടക മാസത്തിൽ കഴിക്കാൻ. ഉലുവയ്ക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ കയ്പ്പ് കാരണം നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കയ്പ്പ് കുറയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങയും ശർക്കര അതുമാതിരി കുറച്ച് അരിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കയ്പ്പ് കുറഞ്ഞ് നമുക്ക് കഴിക്കാവുന്ന ഒരു പരുവായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ചോട് കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് അത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് അരി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് കുത്തരിയോ ഉണക്കലരിയോ ഞവരരിയോ എടുക്കാം. ഞവരരിയാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് കുത്തരിയാണ്, സാധാ ചോറ് വെക്കണ കുത്തരിയാണിത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അരി വറുത്തത് നമുക്ക് വറുത്ത് വരുന്നതെന്ന് മനസ്സിലാവുന്ന അരി പൊട്ടാൻ തുടങ്ങും. അപ്പോഴാണ് അരി വറുത്ത് വന്നതെന്ന് നല്ലപോലെ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അതിൻ്റെ ആ ഒരു ഷേപ്പ് ഒന്ന് പഫായിട്ട് വരും. തീ ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, അരിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ അരി വറുത്ത് വരുമ്പോൾ നല്ലൊരു മണവും വരും കേട്ടോ. പിന്നെ ഈ അരി നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ കഴുകിയിട്ട് വെയിലത്ത് വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലതുപോലെ ഉണക്കി എടുത്തിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ. അല്ലാതെ കഴുകാത്ത അരിയൊന്നും ഇതിന് ഉപയോഗിക്കരുത്. ഇപ്പം ഞാൻ ഈ അരി വറുത്ത് വന്ന അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അവസാനം നമ്മൾ ഉലുവയും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ പാനിലേക്ക് തന്നെ ഞാൻ ഇനി ഉലുവയും കൂടി ചേർത്ത് വറുത്തെടുക്കുകയാണ്. 1 കപ്പ് ഉലുവ ആണ് ഞാൻ എടുത്തേക്കണം. 1 കപ്പ് അരിയും 1 കപ്പ് ഉലുവയാണ് എടുത്തേക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അളവ് ഇപ്പോൾ 1/2 കപ്പ് അരി 1 കപ്പ് ഉലുവ അങ്ങനെയൊക്കെ കൂട്ടിയും കുറച്ച് കൊടുക്കുക. ഉലുവയുടെ അളവ് കൂടി നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ കയ്പ്പ് കൂടുതലായിരിക്കും ഉലുവയുടെ അളവ് കൂടുന്തോറും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2:1 റേഷ്യോയിൽ എടുത്തേക്കണം. നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക. ഉലുവ നല്ലതുപോലെ ഒന്ന് കളർ മാറും വരെ വറക്കണം. ഉലുവ പെട്ടെന്ന് വറുത്ത് കിട്ടും കേട്ടോ. അരിയുടെ അത്രയൊന്നും സമയം വേണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇതാ ഉലുവ ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമൊക്കെ വരെ മതിയാകും. ഒന്ന് ജസ്റ്റ് 1-2 പ്രാവശ്യം കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഉലുവയും ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ചേർത്തിട്ട് അരി ഉലുവയും കൂടി ഒന്നിച്ച് പൊടിച്ചെടുക്കാവുന്നതാണ്. ഉലുവ ഒരുപാട് അങ്ങോട്ട് മൂപ്പിക്കേണ്ട കേട്ടോ. ഇത് വറുത്തെടുക്കണ്ട, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. പിന്നെ ഇതിന് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ഉപയോഗിക്കുന്നതിനേലും നല്ലത് ഇരുമ്പിൻ്റെ ചട്ടി അല്ലെങ്കിൽ മൺചട്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതാണ് കൂടുതൽ ഗുണമുള്ളത്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഉലുവയും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതും മാറ്റി കൊടുക്കാവുന്നതാണ്. ഈ ഉലുവ ഉണ്ട ഉലുവ കഞ്ഞിയൊക്കെ നല്ലതാണ് വളരെ കർക്കിടക മാസത്തിൽ മാത്രമല്ല, നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ പ്രസവരക്ഷയുടെ ഭാഗമായിട്ട് ഉലുവ ഉണ്ട ഉലുവ വരക ഇതൊക്കെ നമുക്ക് തരാറുണ്ട്. അത് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനുള്ള പാല് നല്ലപോലെ ഉണ്ടാവും. അതുപോലെ തന്നെ നടുവേദന, ജോയിൻറ്റ് പെയിൻ ഇതൊക്കെ കുറവായിരിക്കും, ഉണ്ടാവത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ തരാറുണ്ട്. ഉലുവയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. പിന്നെ നമ്മൾ കർക്കിടക മാസത്തിൽ ഉലുവ വെച്ച് കഞ്ഞി ഉണ്ടാക്കും. ഞാൻ ഇതിനു മുമ്പ് ഉലുവ ആശാളി കഞ്ഞി എന്ന് പറഞ്ഞിട്ട് ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡിലും കൊടുക്കുന്നതാണ്. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ പൊടിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് ചൂടാറണ്ട. ഇപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത്ര ഫൈൻ പൗഡറായിട്ടൊന്നുമല്ല പൊടിച്ചെടുത്തേക്കണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഉണ്ട പൊടിക്കുമ്പോൾ കുറച്ച് തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മളുടെ ഒരു പുട്ടുപൊടിയുടെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് പൊടിച്ചെടുത്തേക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ടും ഉലുവയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടും ശർക്കര ചീകിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മാക്സിമം ശർക്കര ചീകിയത് തന്നെ എടുക്കണതാണ് നല്ലത്. കാരണം ശർക്കരപ്പാനി ആകുമ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചാണ് ഉരുക്കുന്നത്. അപ്പോൾ അത് അത്ര നല്ലതല്ല, പെട്ടെന്ന് ചീത്തയാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തേങ്ങ എടുക്കുമ്പോഴും നല്ല വിളഞ്ഞ് മൂത്ത തേങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ അതെനിക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് 2 പ്രാവശ്യമൊക്കെ ഇട്ട് അടിച്ചെടുക്കാൻ പറ്റും. 2 പ്രാവശ്യം ഇട്ട് നല്ലപോലെ അടിച്ചെടുക്കുകയാണ്. ശർക്കര ഇങ്ങനെ ഒന്ന് മിക്സിയിൽ കറക്കി എടുക്കുമ്പോൾ നല്ല ഒരു ഉണ്ട പിടിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ പരുവായി കിട്ടും. പാനി വേണമെന്നില്ല കേട്ടോ. കണ്ടു, ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ആ തേങ്ങയുടെ വെള്ളം കൊണ്ട് തന്നെ അത് നമുക്ക് ഉണ്ട പിടിക്കാൻ പറ്റും. പിന്നെ ഇതൊരു 2 ആഴ്ച വരെയൊക്കെ കേടാവാതെ ഇരിക്കും കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ 1 മാസം വരെയൊക്കെ ഇരിക്കും. ഇനി ഇത് കുറേശ്ശെ മിക്സിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനൊരു 1 കപ്പോളം മിക്സ് എടുത്തിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ബട്ടണിൽ 2-3 പ്രാവശ്യം കറക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇപ്പം നമ്മളിതിൽ പ്രത്യേകിച്ച് ശർക്കര പാനിയോ ഒന്നും ഒഴിച്ചില്ലെങ്കിൽ തന്നെ ഇത് നമുക്ക് ഉണ്ട പിടിക്കാവുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടും.
പിന്നെ ഇതിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ അവലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അവൽ ചേർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ ഈ ഉലുവയുടെ കയ്പൊന്ന് കുറയ്ക്കാനാണ്. ചിലർക്ക് തീരെ കഴിക്കാൻ പറ്റില്ലല്ലോ. ഉലുവയുടെ ഒരുപാട് ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു അരക്കപ്പ് അവലും കൂടി ചേർത്ത് കൊടുത്താൽ, അരിയും അവലും കൂടി ചേർക്കേണ്ട കാര്യമില്ല, എന്നാലും ചേർത്ത് കൊടുത്താൽ ആ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ ടേസ്റ്റിന്. ഞാൻ ഇതിനു മുമ്പ് ഒരു മരുന്നുണ്ടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ അവലൊക്കെ ചേർത്തായിരുന്നു. അപ്പോൾ അതിന് ആ ഒരു കയ്പൊന്നുമില്ല മരുന്നിൻ്റെ. അവൽ ചേർക്കണത് നല്ലതാണ് കേട്ടോ, കയ്പ് അധികം കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ അതാ ഞാൻ ബാക്കിയുള്ള എല്ലാ മാവും കൂടി ഒന്നിച്ച് മിക്സിയിലിട്ട് കൊടുത്തേക്കാണ്. ഇനി ജസ്റ്റ് ഇതിനൊക്കെ ഒരു ഫ്ലേവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയോ ജീരകമോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ പൊടിച്ച ഏലക്ക ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 2 ഏലക്ക ഇട്ട് കഴിഞ്ഞാലും അത് നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടും. അപ്പോൾ പൊടി ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതും കറക്കി എടുക്കാം നേരത്തെ പോലെ തന്നെ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇങ്ങനെ കറക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ വലിയ ബൗളിലേക്ക് ഇട്ടിട്ട് ഉണ്ട പിടിക്കാം. പിന്നെ നമ്മൾ എപ്പോഴും മരുന്നൊക്കെ കഴിക്കുമ്പോൾ അതിന് ഓരോ കണക്കുകളുണ്ട്. അതിപ്പോൾ 1 ദിവസം 3 ദിവസം 5 ദിവസം 7 ദിവസം അങ്ങനെ ഒറ്റ സംഖ്യകളിലായിരിക്കും ആ കണക്ക്. അപ്പോൾ ഇതും അതുപോലെ തന്നെ എല്ലാ മരുന്നുകളും മിക്കവരും പറയുന്നത് 7 ദിവസം കഴിക്കാനാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുവാണെങ്കിൽ 7 ദിവസം കഴിക്കുക. അപ്പോൾ ഉലുവ കൊണ്ട് നമുക്ക് ഒരു ദിവസം മാക്സിമം 2 എണ്ണം കഴിക്കുക. വേണമെങ്കിൽ നിങ്ങൾ രാവിലെയും വൈകുന്നേരം കഴിക്കാൻ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ. ഞാനിവിടെ ചെറിയ ഉണ്ടകളാണ് പിടിക്കുന്നത്. എൻ്റെ വീട്ടിലൊക്കെ നല്ല വലിയ സൈസുള്ള ഉണ്ടയാണ് പിടിക്കുന്നത്. അവിടുത്തെ ഒരെണ്ണത്തിൻ്റെ വലിപ്പമുള്ളൂ. എൻ്റെ 2 എണ്ണം കൂടുന്ന വലിപ്പമാണ് അവിടുത്തെ ഒരെണ്ണത്തിന്. ഞാനിവിടെ കുഞ്ഞു ഉണ്ടകളാണ് പിടിക്കുന്നത്. ഇതിൽ ഈ അളവിൽ എത്ര എണ്ണം കിട്ടുമെന്ന് ഞാൻ പറയാം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതുപോലെ അങ്ങ് പിടിച്ചെടുത്താൽ മതി എല്ലാ ഉണ്ടയും. അപ്പോൾ ദാ ഈ ഒരു അളവിൽ എനിക്ക് ഈ ഒരു സൈസ് ഉണ്ട് 21 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പിടിക്കുന്ന ഉണ്ടയുടെ വലിപ്പം അനുസരിച്ച് ഏറ്റക്കുറച്ചിലോളം ഉണ്ടാവും കേട്ടോ. എന്നാലും ഇതൊരു മീഡിയം സൈസ് ഉലുവ ഉണ്ടയുടെ ഒക്കെ അത്രയുള്ള ഉലുവ ഉണ്ടയാണ്. വലിയ പണിയൊന്നുമില്ല, ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട, എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. മരുന്ന് കഞ്ഞിയൊക്കെ ഇപ്പോൾ വെക്കാൻ പറ്റാത്തവർക്ക്, മിക്കവർക്കും വെക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ട ഉണ്ടാക്കാൻ നമുക്ക്. ഇത് കർക്കിടക മാസത്തിൽ തന്നെയല്ല കേട്ടോ, ഇടയ്ക്ക് നമ്മൾ കഴിക്കണത് നല്ലതാണ്. നടുവേദന നല്ല പോലെ കുറവുണ്ടാവും ഇത് കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ തന്നെ അധികം കയ്പൊന്നുമില്ലാത്ത ഉലുവ ഉണ്ട തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ തേങ്ങയുടെയും അരിയുടെയൊക്കെ അളവ് ഉലുവയുടെ അളവിനോട് എടുത്തുകൊണ്ട് വലിയ കയ്പൊന്നുമില്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കർക്കിടക മാസത്തിൽ സാധാരണ പുരാതന രീതിയിൽ ചെയ്യുന്ന മാതിരി എണ്ണ തേച്ച് കുളി, അതുമാതിരി മരുന്ന് കഞ്ഞി കഴിക്കൽ, ഉലുവ ഉണ്ട, ഉലുവ കഞ്ഞി, മരുന്നുണ്ടയൊക്കെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അത് കഴിക്കണം. നമ്മളുടെ ബോഡിക്ക് വളരെ നല്ലതാണ് അതെല്ലാം. ഈ ഒരു മാസമാണ് നമ്മൾ ശരിക്കും നമ്മളുടെ ബോഡിക്ക് ഒരു വർഷത്തേക്കുള്ള എനർജി നമ്മൾ ഈ ഒരു മാസം കൊണ്ട് സമ്പാദിക്കണം എന്നാണ് പഴമക്കാർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും എല്ലാം എന്നെ അറിയിക്കണം. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും. ഇത് ഫ്രിഡ്ജിൻ്റെ പുറത്ത് ഒരു 2 ആഴ്ച വരെ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് അടച്ചു വെച്ച് സൂക്ഷിക്കാം. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണെങ്കിൽ 1 മാസം വരെയൊക്കെ ഇരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ നല്ലതാണ് നമ്മുടെ ബോഡി വളരെ. അതുപോലെ തന്നെ നേരത്തെ ഞാൻ ശർക്കര പറഞ്ഞു, നേരത്തെ ഞാൻ ശർക്കര മണ്ണില്ലാത്ത ശർക്കര ഓർഗാനിക് ശർക്കരയാണെങ്കിൽ ഓർഗാനിക് ശർക്കരകളുടെ പൊതുവെ ശർക്കരയാണല്ലോ, ഞാൻ അതാണ് നല്ലപോലെ അരിച്ച് തന്നെ, അല്ലാതെ അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ പാനിയാക്കി അരിച്ച് മണ്ണ് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. താങ്ക് യു.